നമസ്കാരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരായ അർജന്റീനയുടെ നാടകീയമായ വിജയത്തിന് പിന്നാലെ കളം മൂടി കടുത്ത റഫറിയിങ് വിവാദങ്ങൾ. ടൂർണമെന്റിന്റെ മാർക്കറ്റിംഗ് മൂല്യത്തിനും ലയണൽ മെസ്സിയെ നിലനിർത്തുന്നതിനും വേണ്ടി ഫിഫ ലോകകപ്പിൽ ഒത്തുകളി നടത്തുകയാണെന്ന ഗുരുതര ആരോപണവുമായി ഈജിപ്ത് കോച്ച് ഹൊസാം ഹസൻ രംഗത്ത് വന്നു. ചൊവ്വാഴ്ച അറ്റ്ലാന്റയിൽ നടന്ന മത്സരത്തിൽ ഒരു കൂട്ടം വിവാദ തീരുമാനങ്ങൾ തങ്ങൾക്കെതിരായെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈജിപ്ത് ക്യാമ്പ് പൊട്ടിത്തെറിച്ചത്. മത്സരത്തിൽ യാസർ ഇബ്രാഹിമിലൂടെയും മോസ്തഫ സിക്കോയിലൂടെയും 2 ഗോളിന്റെ ലീഡ് നേടി ചരിത്ര വിജയത്തിന്റെ വക്കിലായിരുന്നു ഈജിപ്ത്. എന്നാൽ കളി അവസാനിക്കാൻ 12 മിനിറ്റും ഇഞ്ചുറി ടൈമും ബാക്കി നിൽക്കെ അർജന്റീന ശക്തമായി തിരിച്ചടിച്ചു. ക്രിസ്ത്യൻ റൊമേറോ, അതുപോലെ ലയണൽ മെസ്സി, എൻസോ ഫെർണാണ്ടസ് എന്നിവരുടെ ഗോളുകളിലാണ് ചാമ്പ്യന്മാർ 3-2 അവിശ്വസനീയ ജയം പിടിച്ചെടുത്തത്. 93-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ ഈജിപ്ഷ്യൻ വല കുലുക്കിയതിന് പിന്നാലെ ടച്ച് ലൈനിൽ വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. റഫറി ഫ്രാൻസ്വ ലെറ്റസ്കിയറോട് ആക്രോശിച്ച ഈജിപ്തിന്റെ ഗോൾ കീപ്പിംഗ് കോച്ച് സഫാൻ എൽ സഖീറിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. റഫറിയുമായി ഏറ്റുമുട്ടാൻ തുനിഞ്ഞ മാനേജർ ഹൊസാം ഹസനെ സുരക്ഷാ ജീവനക്കാരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ബലമായി പിടിച്ചുമാറ്റുകയായിരുന്നു. അർജന്റീനയുടെ വിജയ ഗോളിന് തൊട്ടു മുൻപ് ബോക്സിനുള്ളിൽ മുഹമ്മദ് സാലായെ ജൂലിയൻ അൽവരാസ് തട്ടി വീഴ്ത്തിയതിന് റഫറിയോ വാറോ ഈജിപ്തിന് പെനാൽറ്റി അനുവദിക്കാതിരുന്നതാണ് പ്രധാന പ്രതിഷേധത്തിന് കാരണമായത്. ഇതിനു പുറമെ ഈജിപ്ത് 1-0 മുന്നിൽ നിൽക്കുമ്പോൾ അവർ നേടിയ മറ്റൊരു ഗോൾ ഫൗൾ ആരോപിച്ച് വാർ റദ്ദാക്കിയിരുന്നു. സലാഗോളി മാത്രം മുന്നിൽ നിൽക്കെ കുതിച്ചുയർന്ന മുന്നേറ്റം നിസാര ഫൗൾ വിസിലൂതി റഫറി തടഞ്ഞതും ഈജിപ്ഷ്യൻ ആരാധകരിൽ വലിയ അമർഷമുണ്ടാക്കി. മത്സരശേഷം വാർത്താ സമ്മേളനത്തിൽ ഹൊസാം ഹസൻ തന്റെ രോഷം മറച്ചുവച്ചില്ല. ഞങ്ങളായിരുന്നു മികച്ചവർ, എന്നാൽ ഫുട്ബോൾ നീതിയല്ല കാണിച്ചത്. ഇത് ശുദ്ധമായ മാർക്കറ്റിംഗ് തന്ത്രമാണ്. മുൻ ലോക ചാമ്പ്യന്മാർ ടൂർണമെന്റിൽ തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. മെസ്സി ഈ ലോകകപ്പിൽ ഉണ്ടാകണം എന്നത് അവരുടെ ആവശ്യമാണ്, ഹസൻ തുറന്നടിച്ചു. തങ്ങൾക്ക് കടുത്ത അനീതി നേരിടേണ്ടി വന്നെന്നും സ്പോർട്സിൽ എന്തുകൊണ്ടാണ് നീതി പുലരാത്തതെന്നും അദ്ദേഹം ചോദ്യമുയർത്തി. മത്സരത്തിനിടയിലെ നാടകീയ രംഗങ്ങൾക്കിടയിൽ കൈകൾ കൊണ്ട് ആകൃതിയിലുള്ള ആംഗ്യം കാണിച്ചാണ് ഹസൻ തന്റെ പ്രതിഷേധം അറിയിച്ചത്. കായികരംഗത്തെ അനീതിക്കും അർജന്റീനയ്ക്ക് അനുകൂലമായ ഏകപക്ഷീയ തീരുമാനങ്ങൾക്കും എതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വേറിട്ട പ്രതിഷേധം. തങ്ങളുടെ കളി തടസ്സപ്പെടുത്താൻ ആഭ്യന്തരവും ബാഹ്യവുമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വ ലെറ്റസ്കിയറുടെ നിയമനത്തിൽ തങ്ങൾക്ക് നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നുവെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. കണ്ണീരോടെയാണ് ഈജിപ്ത് താരം മുസ്തഫ സിക്കോ മാധ്യമങ്ങളെ കണ്ടത്. റഫറി തികച്ചും അനീതിയാണ് കാണിച്ചത്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ അധ്വാനമാണ് അദ്ദേഹം കളഞ്ഞുകുളിച്ചത്. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കപ്പ് ആർക്കാണെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. അർജന്റീനയ്ക്ക് ലോകകപ്പ് ആശംസകൾ, അവർക്കിനി വേറെയൊന്നും ചെയ്യേണ്ടതില്ല, സിക്കോ നിരാശയോടെ പറഞ്ഞു. അതിനിടെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ നടപടികളും സംശയത്തിന്റെ നിഴലാണ്. അർജന്റീനയുടെ കേപ്പ് വെർദെക്കെതിരായ ജയത്തിന് ശേഷം അദ്ദേഹം അമിതമായി ആഹ്ലാദിച്ചതും കേസ് നിലനിൽക്കെ അമേരിക്കൻ താരം ഫലാഗിൻ ബാലോഗണിന്റെ റെഡ് കാർഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം പിൻവലിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈജിപ്തിനെതിരായ മത്സരത്തിന് ശേഷം ആരോപണങ്ങൾ ഉയർന്നതോടെ അടുത്ത മത്സരത്തിൽ നിഷ്പക്ഷത തെളിയിക്കാൻ അദ്ദേഹം ഈജിപ്ഷ്യൻ പതാക ഉയർത്തിപ്പിടിച്ചതും ശ്രദ്ധേയമായി. വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ഒഫീഷ്യലുകളെല്ലാം അർജന്റീനയിൽ നിന്നുള്ളവരായിരിക്കുമെന്ന് ഫിഫ പ്രഖ്യാപിച്ചു. ഒരു മത്സരത്തിൽ പൂർണ്ണമായും ഒരു രാജ്യത്ത് നിന്നുള്ള റഫറിമാരെ വെക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കൂടാതെ കഴിഞ്ഞ 12 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി അർജന്റീനയ്ക്ക് അനുകൂലമായി 8 പെനാൽറ്റികൾ ലഭിച്ച കാര്യവും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.